അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് ചൂട് മാത്രമല്ല നല്ല വെയിലുണ്ട്, അതുകൊണ്ടാണ് കണ്ണട വെച്ചിട്ടുള്ളത്, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ മുണ്ടൂർ പള്ളിയുടെ വകയിൽ പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാൾ നിങ്ങൾക്കറിയാലോ, അത്യാവശ്യം പടക്കം, ലൈറ്റ്, ഇലുമിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരും. മെയിനായിട്ട് ഈ വീഡിയോയിൽ വരുന്നത് പടക്കത്തിൻ്റെ അൺബോക്സിംഗ് ആണ്. എനിക്കറിയില്ല ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി. അതിൻ്റെ സെറ്റിങ്ങും അതിൻ്റെ ഓരോ ബോക്സ് ഓപ്പൺ ചെയ്യുന്നതും, അതായത് 5000-ൻ്റെയും 2000-ൻ്റെയും 1000-ൻ്റെയും പിന്നെ ഈ ചൈന ക്രാക്കേഴ്സൊക്കെ, അതിൻ്റെയൊക്കെ ഓപ്പണിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ പറമ്പിൻ്റെ ഭാഗങ്ങളായിട്ട് വന്ന സ്ഥലങ്ങളാണ്. കുറച്ച് സേഫായിട്ട് അകലെ വന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. കാരണം വീട്ടിൽ നിങ്ങൾക്കറിയാലോ, സാമുണ്ട് ഡാനിയുണ്ട്. അപ്പോൾ അവർക്കധികം ഡിസ്റ്റർബൻസ് ഇല്ലാതെ, അതുപോലെ അവരധികം പേടിക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നീക്കി പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പറയാമെന്ന് വേറെ ഒന്നുമല്ല, ഇത് 12 വയസ്സിനുള്ള താഴെയുള്ള ഏത് കുട്ടികളും ക്രാക്കേഴ്സ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു മുതിർന്ന ആളുടെ കൂടെ നിന്നിട്ട് ക്രാക്കേഴ്സ്, അതായത് പടക്കങ്ങൾ പൊട്ടിക്കാനോ അല്ലെങ്കിൽ അതിനെ തിരികൊളുത്താനോ പാടുള്ളൂ. അത് ഉപയോഗിക്കുമ്പോൾ ഒരു മുതിർന്ന ആൾ കൂടെ വേണം. അപ്പോൾ ഇതിൻ്റെ വാർണിംഗ് ഞങ്ങൾ ആദ്യം കൊടുത്തിട്ടുണ്ട്, ഈ വീഡിയോൻ്റെ മുന്നേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കുട്ടികൾക്കുള്ള ഒരു വീഡിയോ അല്ല, ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് എടുത്താൽ മതി. ഇത് വേറെ ഒന്നും വിചാരിക്കരുത്. ഓക്കെ, ഞങ്ങളുടെ പാടൊക്കെ ഉണ്ട്, ബാക്കിൽ കാണുന്നുണ്ടോ, അടിപൊളി പാടൊക്കെ ബാക്കിൽ, അതുപോലെ അപ്പുറത്തുണ്ട് പാടൊക്കെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് ഇത്രയും പാടവും കാര്യങ്ങളൊക്കെ എൻ്റെ ആണോ? എൻ്റെ ഒന്നും അല്ല, അത് വേറെ ഏതോ ആൾക്കാരുടെയാണ്. അപ്പോൾ ഇനി പടക്കം അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 5000-ൻ്റെ പടക്കം വാങ്ങിച്ചിട്ടുണ്ട്. 5000 വാലാന്നതിൻ്റെ പേര്. ശിവകാശിയിൽ നിന്നുള്ള ഒരു ചുവന്ന കളറുള്ള കവറിങ്ങുള്ള ഒരു പടക്കമാണ്. അതിൻ്റെ ഓപ്പണിങ് ഇങ്ങനെയാണ്. ശിവകാശിയിൽ നിന്ന് വന്നിട്ടുള്ള സംഭവമാണ്, എല്ലാം തമിഴും എഴുതിയിട്ടുണ്ട്. 5000-ൻ്റെ പടക്കമാണത്, റോൾ ചെയ്ത് വെച്ചേക്കാണ്. അത് പടക്കം പൊട്ടിക്കുന്നതിന് മുന്നേ എവിടെയെങ്കിലും നമുക്ക് തൂക്കിയിടാം. എന്നിട്ട് നമ്മൾ അത് അടക്കും. 5000 വാലാന്നതിൻ്റെ പേര്. വസന്ത ഫയർ ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ശിവകാശി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടക്കമാണ്. ഇത് ഞങ്ങളുടെ നാട്ടിൽ 1-2 ഫേമസ് പടക്കം വിൽക്കുന്ന, അതായത് ക്രാക്കേഴ്സ് വിൽക്കുന്ന ആൾക്കാരുണ്ട്, അവിടെ നിന്ന് വാങ്ങിയത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് 2000 വാല വസന്താസ് ഫയർ ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുള്ള കന്നി ഫയർ വർക്ക്സ് ശിവകാശി എന്ന് പറഞ്ഞിട്ടുള്ള 2000 വാലയുടെ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇരിക്കുക. അതും റോൾ ചെയ്ത് വെച്ചേക്കണം. പിന്നെ നമ്മുടെ റഹ്മാൻ്റെ ഓസ്കാറൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു 1000 വാല വാങ്ങിയിട്ടുണ്ട്. വലിയ സംഭവട്ടാ. ഇതിൻ്റെ അറ്റാണത്, തിരിയൊക്കെ ഉണ്ടെന്ന്. വെപ്പൺസ് മാറ്റി വയ്ക്കുക. സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്.
അപ്പോൾ അടുത്ത് നമ്മൾ പൊട്ടിക്കാൻ പോണത് 2000 മാല. ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിച്ചു. അപ്പോൾ ഇത് 2000-ൻ്റെയും 1000-ൻ്റെയും മാലകളാണ് പൊട്ടിച്ചത്. എന്തായാലും എന്താ പറയുക, ഇതാണ് എഫക്റ്റ് കാണുന്നത്. നീളമൊക്കെ കണ്ടില്ല നിങ്ങൾ എത്രയാണെന്നുള്ളത്. നല്ല പുക, മരുന്നിൻ്റെ പുക. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ, ഇത് കുട്ടികൾ കൈകാര്യം ചെയ്യുമ്പോൾ, ഈ ക്രാക്കേഴ്സ് കുട്ടികൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മുതിർന്നവർ അല്ലെങ്കിൽ പ്രായപൂർത്തിയായവർ കൂടെ നിന്നിട്ട് മാത്രമേ ഇത് കൈകാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല. ഐ റിപ്പീറ്റ്, ദിസ് ഈസ് നോട്ട് ഫോർ കിഡ്സ്. Space.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ ഞങ്ങൾക്ക് അധികം കാണിക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾ നാട്ടിലല്ല താമസിക്കുന്നത്. അപ്പോൾ ഗൾഫിൽ പോയാൽ ഇതിന് പരിമിതികളുണ്ട്. അപ്പോൾ ക്രാക്കേഴ്സ് സംബന്ധമായ സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് ഗൾഫിൽ പോയി കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി നാട്ടിൽ വരുമ്പോൾ ഇതുപോലത്തെ വല്ല എക്സ്പെരിമെൻറ്റ്സ് വല്ലതും കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ എല്ലാ ടെക്കീസിനും, എല്ലാ എന്താ പറയുക, നമ്മുടെ M4 ടെക് അങ്ങനത്തെ വലിയ വലിയ ആൾക്കാർക്ക് ഒരിക്കൽ കൂടി താങ്ക്സ്. അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ചു തരുന്നതിൽ താങ്ക് യു.